ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഞാൻ ഈ ഖവാദിന് വേണ്ടി ഓടി നടക്കുന്ന ആളല്ല. ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ ആദ്യം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ വഫാത്തായപ്പോൾ നന്ദി ദാറുസ്സലാം അറബിക് കോളേജിനോട് ബന്ധപ്പെട്ട അതിൻ്റെ മഹല്ലത്തുകാർ എന്നോട് വന്ന് അതിൻ്റെ ചുറ്റുള്ള 1-2 മഹല്ലത്തുകൾ ഖാദി ആവണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്നാണ്. അങ്ങനെ പിന്നെ എനിക്ക് തോന്നി ഞാൻ ഏതായാലും ഷെയ്ഖുനാൻ്റെ ഒരു ഖവാദുള്ളൊരു സ്ഥലത്ത് അത് ഖാദിയായി ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യമായിരിക്കും എന്ന് മനസ്സിലാക്കി ഞാൻ ഏറ്റെടുത്തു. അപ്പം അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ബർക്കത്ത് ഇങ്ങനെ എല്ലായിടത്തേക്കും പടർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒരു 500ഓളം മഹല്ലുകളെ ഖാലിസ്ഥാനുണ്ട് എനിക്ക്. അതിൻ്റെ പുറത്ത് ഇപ്പോൾ ഇവിടെയും തന്നെ ഒരു 100ൻ്റെ മേലെ കടന്നു. ഇനി കുറേ ഒരു 10-100ഓളം മഹല്ലുകൾ വന്ന് പറഞ്ഞതുണ്ട്. അപ്പം ഇതൊക്കെ അള്ളാഹു ചെയ്തു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കോഴിക്കോട് വലിയ ഖാദി ശിഹാബുദ്ദീൻ മിച്ചുകോയ തങ്ങൾ മരിച്ചപ്പോൾ അവിടെ വലിയ ഖാദിനെ നിശ്ചയിക്കേണ്ടത് 7 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. അവർ ഞാൻ എബ്ദുറഹ്മാൻ മുസ്ലിയാർ അടക്കമുള്ളവർ അന്ന് അപ്പാണിവ നേർച്ചയ്ക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് എന്താ തോന്നുന്നത്, ഒരു അവസാന ദിവസം എന്തോ ഞാൻ അവിടെ ചെന്നപ്പോൾ അതിൽ നിന്നുള്ള ചിലർ, പ്രധാനപ്പെട്ട ചില ആളുകൾ അവിടെ വന്ന് എന്നോട് പറഞ്ഞു, ഉച്ചക്ക് നിങ്ങൾ നമ്മളെ വീട്ടിൽ ഭക്ഷണം കഴിക്കണം. അപ്പം ഞാൻ വിചാരിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഈ മേശമ്മൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ 7 ആളുകൾ കോഴിക്കോട്ടെ വലിയ ഖാദിയായിട്ട് ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മിനിറ്റ്സ് എടുത്തെനിക്ക് കാണിച്ചു തന്നു. കോഴിക്കോട് വലിയ ഖാദിയായിട്ട് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന ആളെ നിശ്ചയിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കതിന് കഴിയൂല എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നോട് കുറേ വട്ടം എൻ്റെ വയ്യാലടന്ന് മഹാനാവുന്ന ഉമർ വാഫക്കി തങ്ങളാണ് അന്ന് നന്ദി ദാറുസ്സലാം അറബി കോളേജിൻ്റെ പ്രസിഡന്റ്. മൂപ്പരോട് എന്ന് പറഞ്ഞു, തങ്ങൾ ഒരു ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം. ഉമർ വാഫക്കി തങ്ങൾ പറഞ്ഞു, അങ്ങനെ ആയിക്കോട്ടെ, തങ്ങളുടെ ദിവസം നോട്ടെ എന്നാണ്. എന്നിട്ടും ഞാനത് ഏറ്റിട്ടില്ല. അപ്പം ഞാനിതിൻ്റെ പിയാലൊന്നും പോണ ആളോ ഇതൊന്നും നിൽക്കുന്ന ആളുകളോ ഒന്നല്ല. പിന്നെ ഏറ്റവും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മഹാനാവുന്ന അബു യൂസുഫ് അവർ ഖാലിസ്ഥാനം ഏറ്റതുപോലെ ചിലപ്പോൾ അത് ഏൽക്കേണ്ടി വരും. അതായത് ചില ഘട്ടങ്ങളിൽ അത് ഏൽക്കൽ നിർബന്ധമായ ചില ഘട്ടങ്ങൾ. ഞാനിപ്പോൾ മസലൊന്നും പറയല്ല, മസല എനിക്ക് അറിയാത്തതുകൊണ്ടല്ല. ഞാൻ ഖവാദിൻ്റെ ബാബ് 8-10 പ്രാവശ്യം ദർശനം നടത്തിയ ആളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പോഴത് നിർബന്ധമായി കൊണ്ട് വരും. അപ്പോൾ അത് ആ നിലക്ക് ഇവിടെയും ഞാനിത് നിൽക്കാൻ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. ബഹുമാനപ്പെട്ട കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ വഫാത്തായപ്പോൾ, CM വഫാത്തായപ്പോഴൊക്കെ ബഹുമാനപ്പെട്ട ജബ്ബാർ ഉസ്താദും വേറെ ഇവിടുത്തെ പ്രമുഖരാകുന്ന ചിലരുടെ എൻ്റെ വീട്ടിൽ 2 വട്ടം വന്നു, നന്ദിയിൽ 1 വട്ടം വന്നു. അന്ന് ഞാൻ നന്ദിയിൽ നിൽക്കുന്ന കാലത്താണ്. പിന്നെ ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് കഴിയൂല എന്നുള്ളതാണ്. ഞാനത് നിൽക്കാൻ എനിക്ക് കഴിയൂല എന്നുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ വയ്യാലൊന്നും ഇങ്ങനെ ഓടിപ്പോണ ആളല്ല. എനിക്ക് സ്വസ്ഥമായി ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ അധികം തന്നെ ഞാൻ ഇരിക്കുമ്പോൾ ആരും അങ്ങോട്ട് വരണ്ടെന്ന് പറയില്ല. കാരണം സ്വസ്ഥമായി വീട്ടിലിരിക്കണം എനിക്ക്. ഞാൻ എൻ്റെ വീട്ടിൽ തിരക്കൊന്നും ഉണ്ടാവില്ല. വന്നാൽ തന്നെ വേഗം വയ്യെന്ന് പിരിച്ചു വിടുന്ന പരിപാടിയാണ്. ആൾ വരുമ്പോൾ ഞാനെൻ്റെ ഇറങ്ങിപ്പോവലാണ്. എന്നിട്ട് പറയും, എന്തിനാ വന്ന് മസാല ചോദിച്ചാലാണെങ്കിൽ മസാല പറഞ്ഞു കൊടുക്കും, വേറെ എന്തെയാണെങ്കിൽ പറഞ്ഞു കൊടുക്കും, പൊയ്ക്കോളി എന്ന് പറയും. അപ്പം എൻ്റെ വീട്ടുകാരിലൊക്കെ പറയലുണ്ട്, എന്താ വെച്ചാൽ ചായ കൊടുത്ത് വിട്ടൂടെ എന്നൊക്കെ. അപ്പോൾ അത്രയും ഞാനൊരു സ്വസ്ഥമായി ഇരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് കിതാബുമായിട്ട് ബന്ധപ്പെടാനും കിതാബ് നോക്കാനൊക്കെ ഉള്ള സമയം കിട്ടണം. അതൊന്നും ഇപ്പോൾ കിട്ടണില്ല. ഏതായാലും ഈ നിലക്കുള്ളൊരു സേവനത്തിന് ഒരു സൗകര്യം കിട്ടണം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഏൽക്കുന്നതിൽ പ്രത്യേക കാരണങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട നമ്മളെ കുമ്പോൽ കുഞ്ഞിക്കോയ തങ്ങൾ, അവർ എന്നെ വളരെയധികം സ്നേഹിച്ച ഒരു മനുഷ്യനാണ്. വളരെയധികം. സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം നടക്കപ്പെടുന്ന സമയത്ത് എൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് വളരെ ശക്തി പകർന്നവരാണ് ഈ 2 തങ്ങന്മാർ. ഇവരും ഇവരുടെ ജ്യേഷ്ഠവും, യാതൊരു സംശയമില്ല. അപ്പം എന്നോട് നേരിട്ട് പറയാതെ എന്നെ സ്നേഹിക്കുകയും എന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ, ബഹുമാനപ്പെട്ട തങ്ങളായിട്ട് വലിയ ബന്ധമുള്ളവർ, അവരോട് വിളിച്ചു പറഞ്ഞു, തങ്ങളോട് അത് ഏൽക്കാൻ പറയണം, നിർബന്ധമായി ഏൽക്കാൻ പറയണം. അവിടെ എല്ലായിടത്തും നമ്മളെ സാന്നിധ്യവും നമ്മൾ വരികയൊക്കെ ചെയ്യുന്നതൊക്കെ പറഞ്ഞു. അപ്പം മൂപ്പരൊരു നിർദ്ദേശം അതിലുണ്ടായതുകൊണ്ടും മഹാന്മാരാവുന്ന മശായിഖന്മാരുടെ മേൽ ഫാത്തിഹ ഓതി അവരിൽ നിന്നിട്ട് വേണ്ടാന്നുള്ള ഒന്നും ഉണ്ടാവാൻ പാടില്ല. വേണമെന്ന് പോലെ തോന്നിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് കഴിയൂല. നമ്മളൊക്കെ അത്ര വലിയ ആളുകളൊന്നുമല്ല. അപ്പോൾ അവരോട് സമ്മതം വാങ്ങാൻ ആ നിലയ്ക്ക് കഴിയൂല. എന്നാലും വേണ്ടാന്നുള്ളത് തോന്നിപ്പിക്കാൻ പാടില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞാനിതൊക്കെ ഏറ്റെടുത്തത്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. വമം ഉല്ലിയൽ ഖവാദ്
ഫഖദ് ഉബിയ ബി ഗൈരി സിക്കീനല്ലേ, കത്തിവിടാതെ അറക്കപ്പെട്ടു എന്ന ഖാലിസ്ഥാനം ഒരാൾക്ക് നൽകപ്പെട്ടാൽ. ഖാദിമാർ എന്നുള്ള 3 വിഭാഗമായിട്ട് ഒഴിച്ച് നോക്കിയാൽ 2 വിഭാഗം നരകത്തിലാണ്, 1 വിഭാഗം സ്വർഗത്തിലുണ്ടാവുള്ളൂ എന്നൊക്കെയാണ്. പക്ഷേ ഇതൊരു അള്ളാഹു നമ്മളിലൊക്കെ ഏൽപ്പിച്ച ഒരു അമാനത്താണ് ഖളാ എന്നുള്ളത്. ഒരു 10-15ഓളം അർത്ഥങ്ങൾക്ക് വരുന്ന ഒരു വാക്കാണ് ഖളാ എന്നുള്ള വാക്ക്. പക്ഷേ അതിൽ നിന്ന് ഉള്ള ഒരർത്ഥമാണ് ഇദ്ഹാറുൽ ഹുക്കും വ ഇംളാഉഹു. ഒരു മതവിധിനെ എന്താക്കുക, അതെന്താന്നുള്ളത് ജനങ്ങൾക്ക് വെളിവാക്കി കൊടുക്കുക. അത് മുജ്തഹിദീകളാവുന്ന ഇമാമിയങ്ങളാണെങ്കിൽ അവർ അതിൻ്റെ അടിസ്ഥാനപരമാവുന്ന ലക്ഷ്യങ്ങളിൽ നിന്നിട്ട് അതിനെ കണ്ടുപിടിച്ച് പറഞ്ഞു തരും. മുഖലിദീകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുജ്തഹിദാവുന്ന നമ്മൾ ഈ തഖ്രീദ് ചെയ്ത ഇമാമുണ്ടാവും, ആ ഇമാമിൻ്റെ അഭിപ്രായങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ അതിനെന്താക്കും ചെയ്യുക, നടപ്പിൽ വരുത്തുകയും ചെയ്യുക. ഇതാണിപ്പോൾ ഒരു ഖാദി ചെയ്യേണ്ടത്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഖാദി ആക്ട് പ്രകാരം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരല്ലാത്ത നിലക്ക് ഒരു ഖാദി എന്നുള്ള നിലക്ക് ഏതെല്ലാം മേഖലയിലാണ് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും, ഈ സംഗതിനെ അള്ളാഹു ഉദ്ദേശിച്ച നിലക്ക് മഹാന്മാരാവുന്ന നമ്മളെ മശായിഖന്മാരോടൊക്കെ സഹായ സഹകരണത്തോടുകൂടി അവരൊക്കെ തൃപ്തിയോടുകൂടി ഇതിനൊക്കെ ഏറ്റെടുത്ത് അതിൻ്റെ ഹക്ക് പോലെ അത് നിർവഹിക്കപ്പെടാനുള്ളതായ തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. അതാണ് അതിൻ്റെ പുറകെ ഒരു ദുആ വരക്കണത്. അപ്പം ആരോ ചിലർ എന്താ ഇതിൻ്റെ ശേഷം എന്തോന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് മനസ്സിലാവണില്ലല്ലോ. ഒന്നുമല്ല, അത് ഇതിൻ്റെ ഹക്ക് കൊണ്ട് ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കൊണ്ടൊക്കെ നല്ല നിലക്ക് നടത്തിക്കൊണ്ടുപോകാൻ പഠിച്ച തമ്പുരാനെ തൗഫീഖ് കൊണ്ടാന്ന് പറഞ്ഞു. ഖബിൽതു ഹാദി തൗലിയ എന്ന് പറഞ്ഞ സംഗതി കഴിഞ്ഞ് വേറൊന്ന്. പിന്നെ അതിൻ്റെ ശേഷം പറഞ്ഞ് നമുക്ക് വേണ്ടിയുള്ളൊരു ദുആയാണ് വാസലുല്ലാഹ തൗഫീഖ ലിൽ ഖിയാമി ബി ഹുഖൂഖി ഹാദി തൗലിയ അല്ലാഹുമ്മ വഫിഖ്നി ലിൽ ഖിയാമി എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യുമല്ലോ. നമുക്കൊരു സംഗതി നൽകപ്പെട്ട അതിൻ്റെ യാഥാർത്ഥ്യ രൂപത്തിൽ അത് നടത്തിക്കൊണ്ടാണ് തൗഫീഖ് വേണമെന്ന് പറഞ്ഞു എന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ഒരു ചെറിയ ദുആ ഞാൻ ദ്വാരക്കും. ഇവിടെ ഈ പള്ളി എടുത്ത ആളുകൾക്കും ഈ നാടിന് വേണ്ടിയും ഈ തൗലിയത്തിലൊക്കെ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ബാരിക് ഫീ ഹാദിഹി തൗലിയ. അല്ലാഹുമ്മ ബാരിക് ഫീ ജമീഇൽ അഅമാലി താബിയത്തി ലി ഹാദിഹി തൗലിയ. اللهم تقبل منا هذه التولية. اللهم وفقني للقيام بحقوق هذه التولية. اللهم إني أسألك أن توفقني للقيام بحقوق هذه التولية. اللهم إني أسألك المرافقة من هؤلاء الإخوان لجميع المصالح والجميع الأحكام التي أحكم بها حسب الأمور الواقعة في الناشئة لهذه التولية. اللهم وفقني ووفق الجميع مسلمين لما تحب وترضى. اللهم بارك في هذه البلاد التي وليت بولاية القضاء لهذه البلاد. اللهم بارك فيها. اللهم بارك في جميع المعاهد والمدارس والمساجد التي فيها. اللهم بارك في هذه البلدة. اللهم بارك في هذا المسجد. اللهم بارك في افتتاح هذا المسجد. اللهم بارك في بناء هذا المسجد. اللهم بارك لجميع القائمين بخدمة وعمارة والمساعدة الجديدة لبناء هذا المسجد. اللهم وفقنا ووفق لهؤلاء الإخوان لعمارة هذا المسجد بأنواع العبادات. اللهم تقبل منا ومنهم بناء هذا المسجد وافتتاح هذا المسجد وعمارة هذا المسجد. اللهم احفظ هذا المسجد من جميع الشرور، من شر الحاسدين ومن شر الصاهرين ومن شر الظالمين ومن شر المفسدين ومن شر المفتنين ومن شرور الشياطين ومن تطرقات الشياطين ومن تدخلات الشياطين ومن تسلطات الشياطين ومن شرور المبتدعين ومن الشرور بحق يا حفيظ 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 وبحق طه وياسين وسورة البقرة وملائكة الله المقربين وشائقهم وأتباعهم وأنصارهم ومحبهم وزوارهم إلى يوم الدين. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم اجعل عاقبة كل أمر قضيته علينا وعلى هؤلاء الإخوان وعلى جميع المسلمين خيرا ورشدا. اللهم ثبت عقيدتنا وعقيدتهم على عقيدة أهل السنة والجماعة. اللهم وفقنا وإياهم لنشر هذه العقيدة المقدسة. ربنا تقبل منا إنك أنت السميع العليم. ആർക്കാണ് ഇപ്പോൾ
അപ്പോൾ എവിടെയുള്ള നമ്മുടെ ഹോസ്പിറ്റലിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് സൂചിപ്പിച്ച ഒരു കുട്ടിയുണ്ട്. ആ കുട്ടീൻ്റെ ശരീരത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അർഹമുറാഹിമീനായ തമ്പുരാനെ ആ കുട്ടിക്കുള്ള എല്ലാ രോഗത്തിനെയും നീ ഷിഫയാക്കി കൊടുക്കണേ അള്ളാ. ലാഹിരി ബാത്തുനി കൽബി ബദനി റുഹാനി ഇസ്മാനിയാവുന്ന എല്ലാ രോഗത്തിനെയും ഷിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. മഹാന്മാരാവുന്ന ഞങ്ങളെ മശായിഖ് അജിദാദിൻ്റെ ഹക്ക് കൊണ്ട് ഷിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയ സർവ്വ മുഖദ്ദസായ അറുവാഹുകൾക്കുള്ള ഹക്ക് കൊണ്ട് ഷിഫയാക്കണേ അള്ളാ. ഈ വിശുദ്ധമാവുന്ന മാസത്തിൻ്റെ ഹക്ക് കൊണ്ട് ഷിഫയാക്കണേ അള്ളാ. പ്രത്യേകിച്ച് ഈ വിശുദ്ധമായ മാസത്തിലുള്ള റബീഉൽ അവ്വൽ 12-ൻ്റെ ഹക്ക് കൊണ്ട് ഷിഫയാക്കണേ അള്ളാ. എല്ലാ രോഗങ്ങളെയും ഷിഫയാക്കണേ അള്ളാ. ആ കുട്ടിക്ക് എല്ലാ നിലക്കുള്ള ആരോഗ്യവും ആയുസ്സും ഒക്കെ അതിന് ആയുസ്സിനെ നീട്ടിക്കൊടുക്കണേ തമ്പുരാനെ. നല്ല നിലക്കുള്ള ആരോഗ്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അവരെ കുടുംബങ്ങൾക്കൊക്കെ എല്ലാ നിലക്കുള്ള സമാധാനവും സന്തോഷമൊക്കെ കൊടുക്കണേ അള്ളാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ. തങ്ങൾ ഉസ്താദിന് എല്ലാവിധ